നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മധ്യ കേരളത്തിലെ വിളവെടുപ്പ് കാല മഹോത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വേലകളും പൂരങ്ങളും. അതിഗംഭീരമായ ആഘോഷങ്ങളാണിവ. ഇന്ന് ഉത്രാളിക്കാവ് പൂരം. പൂരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് ഉത്രാളിക്കാവ് പൂരം. മലനിരകളാൽ അതിരിട്ട വിശാലമായ പാടശേഖരത്തിന് നടുവിൽ ശോഭിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പൂരത്തിന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാഴ്ചക്കാർ എത്തിച്ചേരുന്നു. ഇനി അങ്ങോട്ട് കേരളക്കരയിൽ ഉത്സവകാല മഹാസന്ധ്യകളാണ്. എങ്ങും ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും പ്രകാശം പരക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കാം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. മഹനീയമായ മഹോത്സവത്തിലൂടെ ഭക്തിസാന്ദ്രമായ 10 ദിനങ്ങൾ തിരുവനന്തപുരം നിവാസികൾക്ക് സമ്മാനിക്കുകയാണ് ആറ്റുകാലമ്മ. അമ്മമാർക്കെല്ലാം അമ്മ, മംഗമാർക്കെല്ലാം മംഗ, ഓമന പൈതങ്ങൾ തൻ കയ്യിലെ താലത്തിലാളും ആറ്റുകാലമ്മ അമ്മ ആറ്റുകാലമ്മ. കരമനയാറിന്റെ പ്രധാന പോഷക നദിയായ കിള്ളിയാറിന്റെ തീരത്താണ് ആറ്റുകാലമ്മ കുടികൊള്ളുന്നത്. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള അരുവിയാണ് കിള്ളിയാർ. ഒരു കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊച്ചാർ എന്ന കനാൽ വഴി കിള്ളിയാറിലെ ജലം എത്തിച്ചിരുന്നു. 1000 രാജാക്കന്മാർ കാന്തളൂർ ശാല സ്ഥാപിച്ചതും ഈ നദീതീരത്തായിരുന്നു. ഈ നദിയും ആറ്റുകാൽ ക്ഷേത്ര ഐതിഹ്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കുംഭമാസ പൂരനാളിൽ ബ്രാഹ്മമുഹൂർത്ത നേരം കിള്ളിയാറ്റിൻ കുളിരലകൾ കീർത്തനം പാടി. മധുരാപട്ടണം ചുട്ടരിച്ച കണ്ണകി കിള്ളിയാർ കടന്നാണ് ആറ്റുകാലിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം കണ്ണകി ചരിതവുമായി ബന്ധപ്പെട്ടതാണ്. സ്വർലോകതുല്യമരുന്ന മല്ലിക ബാണാരി വല്ലഭേ നീ മുല്ലുവിട്ടമ്മവനേകിയ ദർശനം തെല്ലുനേരം ഒന്നു കാട്ടിടണേ. ആറ്റുകാൽ പ്രദേശത്തെ ഒരു പ്രമുഖ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടത്തെ ഭഗവതി ഭക്തനായ കാരണവർ ഒരു ദിവസം കിള്ളിയാറിൽ കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അവിടെ എത്തിയത്. തന്നെ ആറിനക്കരെ എത്തിക്കാനുള്ള അവളുടെ അഭ്യർത്ഥനയെ കാരണവർ സ്വീകരിക്കുകയും തന്റെ മുതുകിലേറ്റി മറുകരയിൽ എത്തിക്കുകയും ചെയ്തു. കുട്ടിയെ തന്റെ വീട്ടിലെത്തിച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി അദ്ദേഹം വേഗം കുളിച്ചു കയറി. എന്നാൽ ആ പ്രദേശത്തൊന്നും ആ കുട്ടിയെ കണ്ടെത്താൻ കാരണവർക്ക് കഴിഞ്ഞില്ല. ദുഃഖിതനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. രാത്രി ഉറക്കത്തിൽ അദ്ദേഹത്തിന് അപൂർവമായ ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ജഗദംബയായ ദേവി ദർശനം നൽകുകയും ബാലികാരൂപത്തിൽ വന്നത് താനാണെന്ന് അരുളുകയും ചെയ്തു. തന്റെ ഭക്തരെ ഒരിക്കലും നിരാശരാക്കാത്ത അമ്മ ഒരു അരുളപ്പാടുകൂടി നടത്തി. പുലർച്ചയ്ക്ക് പുറത്തിറങ്ങി ചുറ്റുപാടുമൊന്ന് നോക്കിയാൽ ഒരു സ്ഥലത്ത് താൻ അടയാളം നൽകിയിരിക്കുമെന്നും അവിടെ തന്നെ പ്രതിഷ്ഠിച്ചാരാധിക്കണം എന്നുമായിരുന്നു അരുളപ്പാട്. അതിൻ പ്രകാരം പിറ്റേന്ന് പുലർച്ചെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കാണുകയും അവിടെ ഒരു ചെറിയ ക്ഷേത്രം പണിഞ്ഞ് ദേവിയെ കുടിയിരുത്തി ആരാധന ആരംഭിക്കുകയും ചെയ്തു. കാലക്രമത്തിൽ അവിടെ ദേവീ ചൈതന്യം ശക്തി പ്രാപിക്കുകയും അതിശയകരമാം വിധം ആ ചെറിയ ആരാധനാസ്ഥാനം ഒരു മഹാക്ഷേത്രമായി വളരുകയും ചെയ്തു. ലക്ഷോപലക്ഷം ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടും അനുഗ്രഹം വർഷിച്ചുകൊണ്ടും സർവാർത്ഥ സാധികയായി ദേവി കുടികൊള്ളുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്ത
ഷഡ്പദങ്ങൾ. ശ്രീ വില്വമംഗലം സ്വാമിയാർ രചിച്ച കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. ലീലാശുകൻ എന്ന പേരിലാണ് അദ്ദേഹം ഈ കൃതി രചിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഭക്തികൃതികളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന കൃതിയാണ്. ശ്രീകൃഷ്ണന്റെ രൂപവർണ്ണനങ്ങളിലും ലീലകളിലും ഭംഗിയായി വിവരിക്കുന്ന കൃതിയാണിത്. ഇതിനെ ലളിതമായ ഭാഷയിൽ പൂന്താനം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൃതികളും നിത്യപാരായണത്തിന് ഉപയോഗിക്കാവുന്നവയാണ്. ഇന്നത്തെ സന്ധ്യാനാമത്തിന് സമയമായി കേൾക്കാം. महालक्ष्मी नमः। ॐ महालक्ष्मी नमः। ॐ महालक्ष्म्यै नमः। नमस्तेऽस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तु ते। नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपापहरे देवी महालक्ष्मी नमोऽस्तु ते। ॐ महालक्ष्मी नमः। ॐ महालक्ष्मी नमः। सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करी सर्वदुःखहरे देवी महालक्ष्मी नमोऽस्तु ते। सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवी महालक्ष्मी नमोऽस्तु ते। ॐ महालक्ष्मी नमः। ॐ महालक्ष्मी नमः। आद्यन्तरहिते देवी आदिशक्तिमहेश्वरी योगजे योगसम्भूते महालक्ष्मी नमोऽस्तु ते। स्थूलसूक्ष्ममहारौद्रे महाशक्ति महोदरे महापापहरे देवी महालक्ष्मी नमोऽस्तु ते। ॐ महालक्ष्मी नमः। ॐ महालक्ष्मी नमः। पद्मासनस्थिते देवी परब्रह्मस्वरूपिणी परमेशी जगन्माते महालक्ष्मी नमोऽस्तु ते। श्वेताम्बरधरे देवी नानालङ्कारभूषिते जगत्स्थिते जगन्माते महालक्ष्मी नमोऽस्तु ते। श्री 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 महालक्ष्मी नमोऽस्तु ते। രാമകൃഷ്ണന്മാരുടെ ബാല്യകാലത്ത് അമ്പാടിക്ക് സമീപമുള്ള കാട്ടിൽ വസിച്ചിരുന്ന അതിശക്തനായ അസുരനായിരുന്നു ധേനുകൻ. ഭാഗവതം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ കഥയാണ് ഇന്നത്തെ കഥയമ്മ നമുക്കായി വിവരിച്ചു നൽകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ ബലരാമസ്വാമിയുടെ കഥകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ പറയുമ്പോൾ ഭഗവാന്റെ കുട്ടിക്കാലത്ത് ഭഗവാൻ നിരവധിയായിട്ടുള്ള അസുരന്മാരെ കൊന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ തുടക്കം പൂതനയിലാണ്. പൂതനയെ ഭഗവാൻ വധിക്കുന്നു, തൃണാവർത്തനയെ ഭഗവാൻ വധിക്കുന്നു, ശകടാസുരനെ ഭഗവാൻ വധിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും ഭഗവാൻ വധിക്കുന്ന കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ എല്ലാ അസുരന്മാരെയും കൃഷ്ണൻ ഒറ്റയ്ക്കല്ല വധിച്ചിട്ടുള്ളത്. ചില ആളുകളെയൊക്കെ ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള ബലഭദ്രസ്വാമിയാണ് ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ
ബലരാമസ്വാമിയുടെ കൈകൊണ്ട് മോക്ഷം ലഭിച്ച കംസന്റെ ഭൃത്യനായിട്ടുള്ള അസുരനായിട്ടുള്ള ധേനുകാസുരൻ്റെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ സന്ദർഭം നടക്കുന്നത് ഭഗവാൻ വൃന്ദാവനത്തിൽ താമസിക്കുന്ന സമയത്താണ്. ഭഗവാൻ കുട്ടിയാണ്. ആ സമയത്ത് അവർ പൈക്കളെ മേയ്ക്കാനായിട്ട് ഗോവർദ്ധനത്തിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. കൂട്ടുകാരുണ്ടായിരിക്കും, ബലരാമസ്വാമി ഉണ്ടായിരിക്കും. അവിടെ അവർ പലതരത്തിലുള്ള കളികളിലൊക്കെ ഏർപ്പെടും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. ആ സമയത്ത് കാട്ടിൽ എന്താണോ കിട്ടുന്നത് അത് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ മരത്തിലുണ്ടാവുന്ന ഫലങ്ങളൊക്കെ വാങ്ങി കഴിക്കുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു ദിവസം ഈ കളികളുടെയൊക്കെ ഇടയിൽ ഭക്ഷണം കൊണ്ടുവരാത്തൊരു ദിവസം ഭഗവാനും ബലഭദ്രസ്വാമിക്കും കൂട്ടുകാർക്കും ഗോപന്മാർക്കൊക്കെ വളരെയധികം വിശന്നു എന്നാണ്. എവിടെയാണ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങൾ കിട്ടുക എന്ന് അന്വേഷിക്കാനായിട്ട് ഗോപന്മാരെ ഭഗവാനും ബലരാമസ്വാമിയും കൂടെ പറഞ്ഞു വിടുന്നു. അപ്പോൾ പല ഗോപന്മാരും പല ദിക്കിലേക്കൊക്കെ പോയി. ചിലരൊക്കെ പറഞ്ഞു, കൃഷ്ണ രാമ അവിടെ ഒന്നും കിട്ടാനില്ല, നമ്മൾ ഇന്ന് പട്ടിണിയാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓരോരോ ഗോപന്മാരായിട്ട് തിരിച്ചു വരുന്നു. എല്ലാവർക്കും നിരാശ. എന്നാൽ 2 ഗോപന്മാർ മാത്രം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരിച്ചു വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയധികം സ്വാദുള്ളൊരു പഴങ്ങൾ നിൽക്കുന്നൊരു മരം എവിടെയും കണ്ടിട്ടില്ല. ഇത് നിൽക്കുന്നത് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെയൊക്കെ സമീപത്തായിട്ടുള്ള ആ ധേനുകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ്റെ പറമ്പിലാണ്. അവിടെ മനോഹരമായിട്ടുള്ള പഴങ്ങൾ ആ മരത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് പന പോലുള്ള മരങ്ങളായിരുന്നു. ആ പന പോലുള്ള മരങ്ങളിൽ ഈ പഴുത്ത പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പകുതി വിശപ്പ് മാറി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. അവിടെ പോയി ഈ ധേനുകാസുരനോട് നമുക്ക് കുറച്ച് പഴം തരുമെന്ന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമല്ല, ഞങ്ങൾ പലതവണ ചോദിച്ചാണ്. ഞങ്ങൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അദ്ദേഹം അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്, അദ്ദേഹം വളരെ ക്രൂരനാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോയി പഴം തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പഴം മാത്രമായിരിക്കില്ല തരിക. അതുകൊണ്ട് ജീവനിൽ ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് ബലഭദ്രസ്വാമിക്ക് തോന്നി, അങ്ങനെ എൻ്റെ കൂട്ടുകാരെയൊക്കെ തല്ലാൻ മാത്രം, എൻ്റെ കൂട്ടുകാരെ വേദനിപ്പിക്കാൻ മാത്രം ഒരു ധേനുകൻ ഞാനിവിടെ ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടെ ധേനുകാസുരൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ്. ആ സമയത്ത് ധേനുകനോട് ഉണ്ടായിരുന്നില്ല. ബലഭദ്രസ്വാമി അവിടെ ചെന്ന ഉടനെ തന്നെ തൻ്റെ ആ ശക്തിയായിട്ടുള്ള കൈകൾ കൊണ്ട് ആ മരങ്ങളിലൊക്കെ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. കുറേ പഴങ്ങൾ താഴേക്ക് വീഴുന്നു. ഗോപന്മാരൊക്കെ സന്തോഷമായിട്ട് ഭഗവാൻ ഉൾപ്പെടെ ആ പഴങ്ങളൊക്കെ പെറുക്കി അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ധേനുകൻ എന്ന് പറയുന്ന അസുരൻ, അദ്ദേഹത്തിന് കഴുതയുടെ മുഖം ഉണ്ടെന്ന് പറയുക, അദ്ദേഹം ഇത് കണ്ട് ക്രോധവാനായിട്ട് ബലരാമസ്വാമിക്ക് നേരെ ഇങ്ങനെ കുതിച്ചു വരുന്നത്. തന്നെ വധിക്കാനാണ് ധേനുകൻ ഈ വരുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബലഭദ്രസ്വാമി ആ ധേനുകൻ്റെ വഴിയിൽ നിന്ന് അദ്ദേഹത്തിനെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള 2 കാലും പിടിച്ച് തലയ്ക്ക് ചുറ്റും ഒരു വട്ടം കറക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. ആ വീണ വീഴ്ചയിൽ തന്നെ ധേനുകൻ്റെ അന്ത്യം സംഭവിച്ചിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ആർപ്പ് വിളിച്ചുകൊണ്ട് ബലഭദ്രസ്വാമിയെ എതിരേറ്റു. ഈ ധേനുകൻ എന്ന് പറയുന്ന അസുരൻ കംസൻ്റെ ഭൃത്യനാണ്. അദ്ദേഹത്തെ കൊണ്ട് ദേവന്മാർക്കും ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ ഉപദ്രവം മാറ്റിയ ആ ബലഭദ്രസ്വാമിയെ ദേവന്മാരെല്ലാവരും തന്നെ ആകാശത്ത് നിന്ന്, സ്വർഗലോകത്ത് നിന്ന് പുഷ്പഘോഷത്തോടുകൂടി, പുഷ്പവർഷത്തോടുകൂടി സ്വീകരിച്ചു എന്നും ഭാഗവത്തിൽ പറയുന്നു. അങ്ങനെ ധേനുകാസുരനെ വധിച്ച് കൂട്ടുകാർക്ക് പഴങ്ങളൊക്കെ കൊടുത്ത് തൻ്റെ അനുജനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനോടൊപ്പം നിൽക്കുന്ന ആ ബലഭദ്രസ്വാമിയെ നമുക്ക് എല്ലാവർക്കും സാഷ്ടാംഗം നമസ്കരിക്കാം. എന്താണ് ഈ കഥയിലൂടെ യഥാർത്ഥത്തിൽ ഭഗവാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കൂടി വേണം. കേവലം ഒരു കഥയായിട്ട് മാത്രം ഒരു കഥയും, സനാതനധർമ്മത്തിലെ ഒരു കഥയും വെറും കഥയായിട്ട് മാത്രം കാണാൻ നമ്മളോട് മഹാത്മാക്കൾ പറഞ്ഞിട്ടില്ല. ഓരോ കഥയ്ക്കുള്ളിലും വ്യക്തമായിട്ടുള്ള തത്വം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരാണ് ധേനുകൻ? അദ്ദേഹത്തിന് കഴുതയുടെ മുഖമാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഴുത എപ്പോഴും അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കാറുള്ളത്. അങ്ങനെ അജ്ഞതയുടെ പ്രതീകമായിട്ടുള്ള, അറിവില്ലായ്മയുടെ പ്രതീകമായിട്ടുള്ള ധേനുകന് മനോഹരമായിട്ടുള്ള ഒരു തോട്ടം, അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അവിടെ ബ്രഹ്മാനന്ദമാകുന്ന പഴങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുന്നു. ആർക്ക് കൊടുക്കാതെ? നമ്മുടെ ജീവാത്മാവാകുന്ന ഗോപന്മാർക്ക് കൊടുക്കാതെ അജ്ഞത അറിവിനെ മൂടി വയ്ക്കുന്നു. അതിനെ തകർത്തുകൊണ്ട് ആ പഴങ്ങളെ ജീവാത്മാവിന് കൊടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ആദിശേഷനായിട്ടുള്ള, സംഘർഷണനായിട്ടുള്ള ആ ബലഭദ്രസ്വാമിക്ക് മാത്രമേ സാധിക്കുള്ളൂ.
അദ്ദേഹം ധേനുകനെ വധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥാക്കേണ്ടത് അറിവില്ലായ്മയെ മാറ്റി ആ ബ്രഹ്മവിത്തായിട്ടുള്ള ആനന്ദത്തിൻ്റെ പഴങ്ങളെ നമ്മളാകുന്ന ജീവാത്മാവിലേക്ക് ഭഗവാൻ എടുത്തു തരുന്നു എന്നാണ്. അല്ലാതെ ഒരു കഴുതയുടെ സ്വരൂപമുള്ള അസുരനെ കൊന്ന് ഗോപന്മാർക്കൊക്കെ പഴം കൊടുത്ത കഥയായിട്ട് അതിനെ വ്യാഖ്യാനിക്കാതെ ബ്രഹ്മാനന്ദത്തിൻ്റെ പഴങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനാണ് ബലഭദ്രസ്വാമി ധേനുകനെ വധിച്ചത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന എത്രയോ ധേനുകന്മാരുണ്ട്. അവരെ ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ആ ബ്രഹ്മാനന്ദത്തിൻ്റെ മധുരമുള്ള പഴങ്ങൾ നമുക്കും ആസ്വാദനത്തോടു കൂടി കഴിക്കാൻ സാധിക്കുള്ളൂ. അതിനെന്താണ് നിവൃത്തി? ആ ധേനുകനെ ആർക്കാണ് പരാജയപ്പെടുത്താൻ സാധിക്കുക? അത് ബലമുള്ള രാമന് മാത്രമാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ആത്മാരാമനുണ്ട്. ആ ആത്മാരാമന് ബലം നൽകുക. എങ്ങനെ ബലം നൽകാൻ സാധിക്കുക? നാമഘോഷത്തോടുകൂടി, ഉപാസനയോടുകൂടി, സാധനയോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ആത്മാരാമനെ ബലരാമനാക്കി മാറ്റിയാൽ നമുക്കും ബ്രഹ്മാനന്ദത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള രുചിയേറിയ പഴങ്ങൾ സേവിക്കാനുള്ള അവസരം കിട്ടും. അപ്പം അതുകൊണ്ട് ഈ കഥ കേൾക്കുന്ന ഓരോ ഭഗവാന്റെ ഭക്തരും ബലരാമസ്വാമിയെ നമസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മനസ്സിലുള്ള ആ ആനന്ദത്തിൻ്റെ പഴങ്ങൾ ഞങ്ങളിൽ നിന്ന് മൂടി വച്ചിരിക്കുന്ന അറിവില്ലായ്മയാകുന്ന ആ ധേനുകനെ അങ്ങയുടെ കൈകൊണ്ട് അങ്ങ് ഇല്ലാതാക്കി ആ ആനന്ദം, അതിൻ്റെ മധുരം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത ഒരു കഥയുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ബലരാമസ്വാമിയുടെ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഒരുവന്റെ മനസ്സും ചിന്തയും എത്ര കണ്ട് പവിത്രമാകുന്നുവോ അത്ര കണ്ട് അവന്റെ ജീവിതം സന്തോഷകരവും സമാധാനവും പരമാനന്ദകരവുമായിരിക്കും. സംതൃപ്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരപ്രേമം ഉണ്ടായേ തീരൂ. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കുഞ്ചമനോഹര പാദചലന്മണിനൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദിസുരൗഖപരിഷ്ടുതലോക. ഇത് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ 64 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ തട്ടക വ്യാപ്തിയും അസാധാരണമത്രേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോള രാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു. ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതയാണ് പനംകുറിശി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു. ഒരിക്കൽ സാമൂതിരിയുടെ 2ാം സ്ഥാനികനായ ഏറാൾപ്പാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി.
ഈ സമയത്ത് ക്ഷേത്രം ഊരാളരിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു. അതിന്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി നൽകി. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനംകുറിശ്ശിയിൽ തങ്ങി. ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു. ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഇനിയൊരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു. രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും ചന്ദനമണിയുവാനായി ചന്ദനക്കണ്ടവും ഉടുക്കുവാനായി ഉറുമാലിക്കണ്ടവും വിറകിനായി കാഞ്ഞിരക്കണ്ടവും പണ്ടങ്ങൾ കെട്ടാനായി പുലീലക്കണ്ടവും നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു. ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. പനംകുറിശ്ശി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ശാല എന്ന വിശേഷ വിഭാഗത്തിൽപ്പെട്ടതാണ്. കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ശ്രീകോവിലിൽ ബ്രഹ്മാണി, വൈഷ്ണവി തുടങ്ങി സപ്തമാതൃക്കൾ ബിംബരൂപത്തിലും അല്ലാതെയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ദാരിക വധാനന്തരമുള്ള ചാമുണ്ഡി അഷ്ടബാഹുക്കളോടും കൂടി ശ്രീകോവിലിന് വലത്തേയറ്റത്ത് പരിലസിക്കുന്ന അസാധാരണ വലുപ്പമുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇടതുവശത്തായി സപ്തമാതൃക്കളുടെ നിരയുമുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തരാഭിമുഖമായ ചാമുണ്ഡിയാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ഡി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ്. പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ഡിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വൈരയ്ക്കകത്തുകൂടിയേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ് ഇവിടെ പൂർണ്ണ ദർശനം അസാധ്യമായിട്ടുള്ളത്. നിത്യേന 3 പൂജയാണ് പനംകുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നുവരുന്നത്. തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. പനംകുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു. പൂരം പുറപ്പാട് മുതൽ 7 ദിവസം നടത്തിവരുന്ന തോൽപ്പാവക്കൂത്താണ് അതിൽ പ്രധാനം. 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത്. രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞു വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്തു നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്തു പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്തു വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു. പണിക്കരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി തായമ്പക കൊട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്തു കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം. സർവ്വസുഖ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മവും നമ്മുടെ മനസ്സുമാണ്. കർമ്മം ശ്രേഷ്ഠമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.